ശരണ്യ, ആഹാ, രണ്ടുപേരും ഇന്ന് അടുക്കളയിൽ എന്താണ് പരിപാടി? അച്ചാറിട്ടാ? അച്ചാർ ഇടാൻ വെച്ചേക്കിയാണ്. ഇട്ട് വെച്ചാ? നമ്മുടെ ഓണത്തിന്റെ അച്ചാർ നിങ്ങൾ മുന്നൊരുക്കം തുടങ്ങിയാ? ഞങ്ങൾ ഇച്ചിട്ട് നേരത്തെ വന്നിരുന്നെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ അല്ലേ? ഫുള്ളായിട്ട്. ആഹാ, സ്പ്രിങ് പോലെയൊക്കെ ചെത്തി വെച്ചിരിക്കുന്നു. മാങ്ങയാണല്ലേ കൂട്ടുകാരെ? മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി വെച്ചിരിക്കുന്നുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മുടെ കൂട്ടുകാരെ. അതേ കണ്ട ബീട്രൂട്ട് അച്ചാറ്, അടിപൊളി ബീട്രൂട്ട് അച്ചാറ്, മാങ്ങ അച്ചാറ്. സൂപ്പർ ആണല്ലേ? അടിപൊളി മാങ്ങ അച്ചാറ്, ബീട്രൂട്ട് അച്ചാറ്. നാരങ്ങ അച്ചാറ് നേരത്തെ ഇട്ടായിരുന്നു. അപ്പൊ നിങ്ങള് സദ്യയുടെ ഓരോ ഘട്ടം ഘട്ടം ചെയ്ത് വെക്കുകയാണ്. അച്ചാർ ഐറ്റം ഒക്കെ ഇട്ട് വെക്കുകയാണ്. അപ്പൊ ഓണം വന്ന്. ആഹാ, കൂട്ടുകാരെ, ഇത്തവണ ഓണത്തിന് ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അതെ, അപ്പൊ ഞങ്ങള് അതുക്ക് മുമ്പത്തെ ദിവസം തന്നെ തിരുവോണ സദ്യ. അപ്പൊ ചേട്ടനെയും കുടുംബത്തിനെയൊക്കെ വിളിച്ചിട്ട് ഒരു തിരുവോണ സദ്യ കളയാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് കഴിക്കുക. കാരണം ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങള് പഴനി അങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പൊ അത് കാരണം ഓണം ഇച്ചിരി നേരത്തെയാണ്. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ. ഞങ്ങളെ സെയില് പോയിരിക്കുകയായിരുന്നു. ഇപ്പൊ വന്നപ്പോഴാണ് ഇവരുടെ രണ്ടുപേരെ അടുക്കളയെ കണ്ടപ്പോഴാണ് നമുക്ക് അതെ അതെ അതെ. അപ്പൊ ഇതുപോലെ നിങ്ങളും ഒക്കെ അച്ചാറിന്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണല്ലേ? നമ്മള് ബീട്രൂട്ടിൻ്റെതും മാങ്ങയുടേതും എല്ലാം. അതെ, നേരത്തെ എല്ലാരും ഇട്ട് വെക്കണം. പിന്നെ നാരങ്ങ അച്ചാർ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. അപ്പൊ അത് കാണിച്ചില്ല. അപ്പൊ ഇനി എന്തൊക്കെയാണ്? ഒത്തിരി കറികൾ വെക്കുന്നുണ്ടോ? അപ്പൊ ഈ ഓണസദ്യയുടെ എല്ലാം കാണിച്ചു ശരണ്യ. അപ്പൊ ഇനി മറ്റേ ഈ ഇഞ്ചിക്കറിയൊക്കെ വെക്കിയല്ലേ? ഇഞ്ചിക്കറിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റാണ്. ഉള്ളിക്കറി അടിപൊളിയാണ്. ഇതൊക്കെ വേണം സദ്യക്ക്. ഇതെല്ലാം ആഹാ, പരിപ്പൊക്കെ പിന്നെ അന്ന് വെക്കണതല്ലേ അമ്മേ? തലേ ദിവസം അല്ലല്ലോ. ഓണം വന്ന് ഇപ്പോഴേ ഓണം വന്നു. അതെന്താന്ന് അച്ഛാ നമ്മള് പഴനിക്ക് പോണുണ്ടല്ലോ. അപ്പൊ ഏതായാലും വ്രതാണ്, പച്ചക്കറിയാണ് ഇനി അങ്ങോട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഈ അച്ചാറൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് പറയണ ഓണത്തിന്റെ മുന്നൊരുക്കായിട്ടാണെന്നാണ് പറയണത്. രണ്ടും ആകും. അതെ, നമ്മള് തിരുവോണത്തിന് കഴിക്കണ പോലെ തന്നെ അതിന്റെ തലേ ദിവസം കഴിക്കും. അതെ അതെ. കൂട്ടുകാരെ, കാരണം എന്താന്ന് ചോദിച്ചെന്നാൽ സാധാരണ ഞങ്ങൾ എല്ലാ വർഷവും തിരുവോണം കഴിയുമ്പോൾ പഴനിക്ക് പോണതാണ്. അപ്പൊ എന്ത് പറ്റി, ഇത്തവണ നമുക്ക് ചതയത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരണ്യക്ക് ഒരു ഭദ്രദീപ പ്രകാശനമുണ്ട്, ചതയ ദിനാഘോഷത്തിന്റെ. അപ്പൊ അത് കാരണം അപ്പൊ ഞങ്ങള് തിരുവോണത്തിന്റെ അന്ന് പഴനിക്ക് പോയാൽ ആ ദിവസം എത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം മുൻപ് ഞങ്ങൾ ഏതായാലും അതും മുടക്കണ്ട ഇതും മുടക്കണ്ട. അത് കാരണം അത് കഴിഞ്ഞിട്ട് വേണം. അതെ, അത് ഒന്നും മുടക്കണ്ടെന്ന് വെച്ച് തിരുവോണ സദ്യ പോലും മുടക്കണ്ടെന്ന് ഓർത്ത്
സദ്യ ഒരു ദിവസം മുൻപാക്കിയല്ലേ. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് പോയി ശാന്തിയൊക്കെ പോയി ഡ്രസ് എടുത്ത് ഞങ്ങൾ ആലപ്പുഴയിൽ പോയി. പക്ഷെ ഒത്തിരി കൂട്ടുകാരെ കണ്ടല്ലേ. അതെ അതെ നമുക്ക് പ്രതീക്ഷ ഇല്ല അതുപോലെയുള്ള ആൾക്കാർ തന്നെ വന്നില്ല. ഒരു കൂട്ടുകാരുടെ പേര് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പേര് പറഞ്ഞില്ല. ഒത്തിരി പേരൊക്കെ എല്ലാ സ്റ്റാഫുകളും നമ്മുടെ വീഡിയോ കാണുന്നവരേ ഉള്ളു. അതെ. പിന്നെ നമ്മള് തിരിച്ചു വരുന്ന വഴി വെച്ചൊക്കെ തിരിച്ചു വരുന്ന വഴി നമ്മൾ അവിടെ ഒരു വെള്ളം നമ്മൾ നിർത്തിയപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇട്ട് ഇവിടെ നമുക്ക് അറിയാൻ വില. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് മനസ്സിന് സന്തോഷായി. അങ്ങനെ കുറെ അത് തന്നെയല്ല നമ്മുടെ കൂട്ടുകാരെ കണ്ടെത്താൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഇനിയും എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും കാണാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതെ 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 നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങള് ഇങ്ങനെ പിന്നെ വീഡിയോ ചെയ്യാൻ തന്നെ. ഞങ്ങളുടെ മൂത്ത മകനെയും കുടുംബത്തിനൊക്കെ വിളിച്ചാണ് ഓണസദ്യ എല്ലാവരും പഴയതുപോലെ തന്നെ തിരുവോണം പോലെ തന്നെ നമ്മള് ഓണസദ്യ ഒരുക്കുന്നതാണ്. അതെ. ഇപ്പൊ മറ്റ് സ്ഥാപനങ്ങളിലും സ്കൂളുകളിലൊക്കെ നേരത്തെ ഓണസദ്യയും ഓണ പരിപാടിയില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ ഞങ്ങള് പഴനിക്ക് പോണ ആരൊക്കെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഞങ്ങള് പോണത് ചേട്ടന്റെ അല്ലെ അളിയനും ഭാര്യയും അത് അക്കയുടെ ചിറ്റ അതുപോലെ ശരണ്യയുടെ ആങ്ങള ഭാര്യ അല്ലെ നമ്മുടെ അപ്പുവും സാന്ദ്രേനെ പിന്നെ എല്ലാവർക്കും അറിയാം. പാട്ടുകാരിയാണ് നാത്തൂന എല്ലാരും അറിയുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് ഇത്തവണ പോണത്. തീർച്ചയായിട്ടും ഞങ്ങൾ പോണ ടൂറിന്റെ വീഡിയോ ആയിട്ട് തന്നെ അല്ലേ. മൂന്നാറൊക്കെ പോണുണ്ട്. അപ്പൊ അതെ അതെ. അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ വരേണ്ടതായിരുന്നു. അത് കാരണം ഈ കടയിൽ പോയ കാരണം സെയില് താമസിച്ച് വൈകുന്നേരമാണ് സെയില് പോയത്. നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞു. അതന്നെ കടയിൽ പോയാച്ചും വന്നിട്ട് കട സെയില് പോകണ്ട. ഞാൻ നല്ല അച്ചാറാണ് ചെയ്ത് കണ്ട. എല്ലാം നല്ല അടിപൊളി അച്ചാറാണ്. സൂപ്പർ ബീട്രൂട്ട് അച്ചാറ്, അതുപോലെ മാങ്ങ അടിപൊളി മാങ്ങ അച്ചാറ്. അമ്മയും മകളും കൂടി രണ്ടും ഇനി വല്ല പരിപാടി ഉണ്ടോ ഈ അച്ചാറിൽ? ഇനി വേറെ വല്ല അച്ചാറും നമുക്ക് ഇത്തവണ ടൈം കിട്ടിയില്ല. പിന്നെ നമുക്ക് അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ അതെ ഞങ്ങളുടെ ഈ തൊഴിൽ തിരക്ക് കൂടി കാരണമാണ് കേട്ടാ ഞങ്ങള് മറ്റു വീഡിയോയൊന്നും ശരണ്യയുടെ വീഡിയോയൊന്നും എടുക്കാൻ സാധിക്കാഞ്ഞത്. അതെ അതെ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. അതെ. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര പേരില് അപ്പൊ നല്ലൊരു വീഡിയോ